നിങ്ങളൊരു സെൽഫ് ഇവാലുവേഷൻ നടത്തണം. അതായത് നിങ്ങളിപ്പോൾ പ്രസന്റ് ചെയ്യുന്ന രീതിയിൽ ഒരു ഓപ്പൺ കസ്റ്റമർ അല്ലെങ്കിൽ ഇതിന് ബിസിനസ് ഓണറെ മുന്നിൽ പ്രസന്റ് ചെയ്താൽ ആ ബിസിനസ് ഓണർ നിങ്ങൾക്ക് വർക്ക് തരൂല. നിങ്ങൾ എന്ത് ചെയ്യാം, ഒരു സെൽഫ് ഇവാലുവേഷൻ നടത്തുക. എല്ലാവരും പ്രസന്റ് ചെയ്തു, പലർക്കും ഇത് ഫസ്റ്റ് ടൈം ആവും ചിലപ്പോൾ. പക്ഷേ ആൾക്കാരെ മുന്നിൽ നിന്ന് പ്രസന്റ് ചെയ്യുന്നത് നമ്മൾ എന്ത് ചെയ്യാൻ വെച്ചാൽ എക്സ്പോഷർ കൊടുക്കുക, എക്സ്പീരിയൻസ് കൊടുക്കുക എന്നുള്ള രീതിയിലാണ്. നമ്മുടെ കമ്പനി 4 വർഷമായിട്ട് റൺ ചെയ്യുന്നത്. ഊരകം ഏകദേശം ഭയങ്കര ബേസിലാണ് റൺ ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ഇത്രയും കാലം പിടിച്ചത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഞങ്ങളൊരു അനാലിസിസിൽ പബ്ലിസിറ്റി ആൻഡ് ഫുഡിന്റെ ക്വാളിറ്റി അന്വേഷിച്ചപ്പോൾ ഫുഡ് ക്വാളിറ്റി കൊള്ളാമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു പ്രസൻസിലും കസ്റ്റമേഴ്സിന്റെ ഒരു പബ്ലിസിറ്റിയിലാണ് ഇപ്പോഴത്തെ ഒരു മാർക്കറ്റിംഗ് നടന്നു പോകുന്നത്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയൊക്കെ ഡിജിറ്റലി നമുക്ക് എങ്ങനെയൊക്കെ ഇതിൽ അപ്ഡേഷൻ വരുത്താം, എങ്ങനെയൊക്കെ ബിസിനസ് ഗ്രോ ചെയ്യാമെന്ന് നോക്കിയിട്ടാണ് അതിന്റെ ഒരു പ്ലാൻ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അതോടുകൂടി പുതിയ കസ്റ്റമേഴ്സിന്റെ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ വാട്സപ്പ് മാർക്കറ്റിംഗും ലോക്കൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പും നമ്മുടെ ലൊക്കാലിറ്റിയിലുള്ള ആളുകളെ മാർക്കറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഓൺലൈൻ മാർക്കറ്റ് പ്ലേസിൽ ലോക്കൽ സ്റ്റോഴ്സിൽ അവൈലബിൾ ആവണം. 4 to 5 പോസ്റ്റ് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലായിട്ട് ഒരു വീക്കിലായിട്ട് ഇടുക. സ്ട്രാറ്റജി വിഷനെ ആദ്യം അവയർനെസ്, ബ്രാൻഡ് വിസിബിലിറ്റി, ബിൽഡ് എ ലോയൽ കസ്റ്റമർ കമ്മ്യൂണിറ്റി.